ഏത് നിമിഷവും നിലം പതിക്കാറായ അവസ്ഥയിലാണ് കോഴിക്കോട് വെള്ളയിലുള്ള കോർപ്പറേഷൻ ഫ്ളാറ്റ്. 24 കുടുംബങ്ങൾ കഴിയുന്ന ഫ്ളാറ്റിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം മഴയിൽ ഇടിഞ്ഞു താന്നിരുന്നു. വാടക കൊടുത്ത് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലാത്ത കുടുംബങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞ് കൈകഴുകിയിരിക്കുകയാണ് കോർപ്പറേഷൻ അധികൃതർ. അനഘയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അനഘ, എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് അവിടെ ജീവിക്കുന്ന ആളുകൾ നേരിടുന്നത്? കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നും എന്തു മറുപടിയാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്? ഗൗതം, ഈ വെള്ളയിൽ ഫ്ലാറ്റ് അത് കോർപ്പറേഷൻ വീടില്ലാത്തവർക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ് പണിത് നൽകിയതാണ് ഈ വെള്ളയിൽ ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റിൽ 24 കുടുംബങ്ങളാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. ഇവർക്ക് മറ്റ് മാർഗങ്ങളോ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന്, അവിടെ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ നിന്ന് ആ ഫ്ലാറ്റിന്റെ ഒരു ഭീകരത മനസ്സിലാകും. ഒരു ഭാഗം മുഴുവനായും ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്ന സ്ഥലത്ത്. അവിടെ നിലവിൽ 24 കുടുംബങ്ങളുണ്ട്. അവരിൽ പലരും പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഒക്കെ ബന്ധുവീടുകളിലേക്ക് പോവുകയും അതിനുശേഷം പിന്നീട് തിരിച്ചു വരികയും ഒക്കെ തന്നെ ചെയ്യുകയാണ്. അത്യന്തം ദുഷ്കരമാണ് ഇവരുടെയൊക്കെ ജീവിതം. നിൽക്കുന്ന ഇടത്ത് നിന്ന് ഈ സീലിംഗ് അടർന്ന് വീണ് തലയിലേക്കും മറ്റുമൊക്കെ വീഴുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഈ വിഷയത്തിൽ പറയുന്നത്, ഈ ഫ്ളാറ്റിൽ നിന്ന്, ഈ ഫ്ളാറ്റിലുള്ള ഈ 24 കുടുംബങ്ങളോടും ഒഴിഞ്ഞു പോകാൻ മാത്രമാണ് കോർപ്പറേഷൻ പറയുന്നത്. മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കാം എന്ന് സ്ഥിരം പല്ലവി വർഷങ്ങളായി ഇവരിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഈ ഫ്ളാറ്റിന്റെ ഉൾഭാഗത്തെ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം മുഴുവനായും അടർന്ന് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിരവധി ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. പക്ഷേ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും, ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ അത്യാവശ്യമാണ്. പക്ഷേ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്ക് മറ്റ് സ്ഥലം കണ്ടെത്തി നൽകണം, ഈ ഫ്ളാറ്റ് പൊളിച്ചു മാറ്റി അവിടെ മറ്റൊരു ഫ്ളാറ്റ് പണിത് നൽകണം. ഇതാണ് അവിടെ താമസിക്കുന്ന ആളുകളുടെ ആവശ്യം. പക്ഷേ അതിലൊന്നും തന്നെ കോർപ്പറേഷന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. മെല്ലെപ്പോക്ക് തുടരുകയാണ്. ഈ മെല്ലെപ്പോക്ക് തുടരുകയാണെങ്കിൽ നിരവധി പേരുടെ ജീവനുകളാണ് അത് വലിയ ആപത്തിലേക്ക് കൊണ്ടുപോവുക. ഗൗതം.